ഏക് ധക്ക ഓർ ദോ കാശി മഥുര ബാക്കി ഹേ എന്നൊരു ഡിസംബർ 6 മുദ്രാവാക്യം ഫൈസാബാദിലെ അഗ്രസ്യ മുദ്രാവാക്യം രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സാധാരണ ഒരു മുദ്രാവാക്യമല്ല. അദ്വാനി നയിച്ച രഥയാത്രയുടെ കൾമിനേഷൻ കേവലം 2 സീറ്റിൽ നിന്നും 82 സീറ്റായി പിന്നീട് ആവർത്തന ഭരണങ്ങൾ, പ്രതാപകാലങ്ങൾ, ഭാജപ സംഘപരിവാറിന്റെ വളർച്ചാ വഴികളിൽ ആഞ്ഞുകത്തി ഇന്ധനമായൊരു മുദ്രാവാക്യമാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖ്യകാർമ്മികനായ കോൺസക്രേഷൻ പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കിയ അയോധ്യ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ വിശ്വാസ വഴികൾക്കൊപ്പം രാജ്യത്തിന്റെ രാഷ്ട്രീയ വഴികളിലും ഒരു ക്രൂഷ്യൽ പദാവലി. ആ സ്വാമി അയ്യപ്പന്റെ ശ്രീകോവിൽ വരെ കൈവക്കാൻ ധൈര്യം കാണിച്ച കുറച്ച് അധമ ജന്മങ്ങളുടെ കോക്കസ് കൊള്ളയ്ക്ക് മുൻപും ഈ ദേവസ്വം ബോർഡുകൾ എന്തിനാ ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്ക് എന്ന് വായ്ത്താരിയിട്ട സംഘപരിവാര നേതാക്കൾ ഇപ്പോഴാ വാദം വെള്ളം ചേർക്കാതെ വിഴുങ്ങിയ മട്ടാണ്. ആ കോടതി ഉത്തരവ് പ്രകാരം RSS അനുഗ്രഹത്തിൽ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ വിശ്വാസികളാൽ രൂപീകരിച്ച് പ്രധാനമന്ത്രി ലോക്സഭയിൽ പ്രഖ്യാപിച്ച ട്രസ്റ്റിന്റെ മൂക്കിൻ കീഴിലാണ് അടിമുടി ഉഡായിപ്പ്, വിശ്വാസി വഞ്ചന, കോടികളുടെ വെട്ടിയടി. ആ ഫൈസാബാദിന്റെ ഗല്ലികളിൽ ഓട്ടോ ഓടിച്ച് നടന്ന ഒരുത്തന് ഇപ്പോൾ എയർപോർട്ടിനടുത്ത് ഹോട്ടലുകൾ, ആഡംബര വണ്ടികൾ. RSSന്റെ ടോപ്പ് ബ്രാസ് നേതാവ് ചമ്പത് റായുടെ ഡ്രൈവർക്ക് മാസങ്ങൾ കൊണ്ട് ആസ്തി 50 കോടി. 42 നാളുകൾ ഏതാനും മോഷണം മാത്രമാണ്. SIT റഡാർ. അതിനു മുന്നേ എത്രായിരം കോടികൾ ചാക്കിൽ കെട്ടി വിശ്വാസി വിരുദ്ധ ആർത്തിക്കൂട്ടങ്ങൾ മുച്ചൂട് മുടിച്ച് വെട്ടിക്കടത്തിയത് ആർക്കറിയാം. കിലോ കണക്കിന് വെള്ളിക്കട്ടികൾ, സ്വർണം, വജ്രം, മൂർത്തിമുഖം, രാംലല്ലയുടെ പാതകം വരെ മോട്ടിച്ചതാണ് ആരോപണം. കൊടും സുരക്ഷയിൽ ശാസ്ത്രീയമായി കണ്ട് ഡെക്കോയിറ്റ്, ആരോരും അറിയാത്ത കുറച്ച് ജീവനക്കാരുടെ മാത്രം പണിയെന്നാണ് ആരോടായി പറയുന്നത്. സോക്കോൾഡ് ദേശീയ മാധ്യമങ്ങൾ ഓംബ്രാ മോഡിൽ ഓഫാണ്. കേൾക്കാനില്ല. നേഷൻ വാണ്ട്സ് ടു നോ ആക്രോശങ്ങൾ, ചോദ്യങ്ങളെങ്കിലും. രാജ്യം ഞെട്ടിയ രാമക്ഷേത്ര കൊള്ളയിൽ മാസ്റ്റർ ബ്രെയിൻ, ആ തലച്ചോറുകളെ കാക്കാൻ ഏതെങ്കിലും ഡ്രൈവറുടെ തലയെടുത്ത് അന്വേഷണം അവസാനിപ്പിക്കാൻ, അട്ടിമറിക്കാനാണ് പ്ലാനെങ്കിൽ ആ കൊള്ള മുതൽ കൊണ്ട് കെട്ടിപ്പൊക്കിയ സൗദങ്ങൾക്ക് നേരെ വരുന്നുണ്ട്. വഞ്ചനയിൽ ആഴത്തിൽ മുറിവേറ്റ വിശ്വാസികളുടെ രാഷ്ട്രീയമില്ലാത്ത 2ാം രഥയാത്ര. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ VR രാജശേഖരൻ, ശ്രീ രാഹുൽ ഈശ്വർ, ഗ്രേൻ ലാൽകുമാർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ VHP നേതാവ് ശ്രീ VR രാജശേഖരനിലേക്ക് പോകുന്നു. ശ്രീ VR രാജശേഖരൻ, ഇവിടെ 15-അംഗ ട്രസ്റ്റിൽ 3 പേരെങ്കിലും സർക്കാർ പ്രതിനിധികളാണ്. ഒന്ന് കേന്ദ്രം, ഒന്ന് സംസ്ഥാനം, ഒന്ന് ജില്ലാ മജിസ്ട്രേറ്റ്. ആ ട്രസ്റ്റ് കേന്ദ്ര സർക്കാർ ക്യാബിനറ്റ് അംഗീകാരത്തിൽ പ്രധാനമന്ത്രി ലോക്സഭയിൽ പ്രഖ്യാപിച്ചതുമാണ്. ആ ട്രസ്റ്റ് അവിടെ ഇരിക്കെ ഇത്രയും നീണ്ട കാലാവധിയിൽ മാരകമായ കോടികളുടെ ക്ഷേത്രക്കൊള്ള ഏതോ ഒരു ഡ്രൈവറും കുറച്ച് ഉദ്യോഗസ്ഥരും ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുവോ? ശ്രീ VR രാജശേഖരൻ. 24 ന്യൂസിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാദര നമസ്കാരം. അവതാരകൻ പറഞ്ഞതുമാതിരിയുള്ള ഈ കൊള്ളയെ സംബന്ധിച്ച് കൃത്യമായിട്ടും പവൻ പാണ്ഡെ എന്ന സമാജ്വാദി പാർട്ടി നേതാവ് ഉന്നയിച്ച ആരോപണം, ആ ആരോപണത്തെ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിന് കേവലം അത് ആരോപണം എന്ന നിലയിൽ തള്ളിക്കളയാതെ അതിനെ കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ വളരെ വ്യക്തമായിട്ട് തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. കേവലം ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവാതെ ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് തീരുമാനം അനുസരിച്ച് തന്നെയാണ് ഉത്തർപ്രദേശ് സർക്കാരിനോട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തയ്യാറാക്കണമെന്നും അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഏറ്റവും മിടുക്കനായിട്ടുള്ള IG റാങ്കിലുള്ള ഒരു സീനിയർ IPS ഓഫീസർ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തെ ഏറ്റവും പ്രതിഭാശാലിയായ ഒരു വ്യക്തി, ഒരു സാമ്പത്തിക വിദഗ്ധൻ, ഇത്രയും ആളുകൾ അടങ്ങുന്ന ഒരു ടീമാണ് SIT ടീം നിയമിച്ചിട്ടുള്ളത്. ആ ടീം കൃത്യമായിട്ടും അതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ഈ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ചമ്പത് റായിജിയും അതേപോലെ തന്നെ പ്രധാന ചുമതലക്കാരിൽ ഒരാളായിട്ടുള്ള അനിൽ മിശ്രാജി, അവർ 2 പേരും തന്നെ നേരെ SITക്ക് മുമ്പാകെ ഹാജരായിക്കൊണ്ട് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രവർത്തന സംവിധാനങ്ങൾ, അവിടുത്തെ സാമ്പത്തിക ക്രമീകരണങ്ങൾ, ഇതിനെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ രൂപരേഖ മണിക്കൂറുകളോളം നീണ്ട ഒരു സംവിധാനത്തിൽ അവരെ ബോധ്യപ്പെടുത്തുകയും അവരുടെ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാൻ സാധിക്കുന്നു കൃത്യമായിട്ടും അവിടെ നിന്നും പ്രാഥമിക റിപ്പോർട്ട് SIT
കേവലം അല്ല, ശ്രീ വി. ആർ. രാജശേഖരൻ അങ്ങനെ മാരകമായ തീവട്ടിക്കൊള്ള ഊടുപാട് കൊള്ള കണ്ടെത്തിയാൽ പിന്നെ ഈ പറഞ്ഞ അങ്ങ് പറയുന്ന പോലെ അന്വേഷണം അല്ലാതെ മറ്റെന്താണ് വഴി? എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം ആ തീവട്ടിക്കൊള്ള ഒരു ഡ്രൈവർ വിചാരിച്ച് നടക്കുന്നതാണോ എന്ന് വിശ്വസിക്കണോ എല്ലാവരും? ഈ 15 ദിവസത്തെ ടൈമാണ് ഉത്തർപ്രദേശ് സർക്കാർ കൊടുത്തിട്ടുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. അതിൻ്റെ അന്തിമ റിപ്പോർട്ട് വന്നോട്ടെ, ഞാനത് പറയാൻ അനുവദിക്കൂ, ഇടയ്ക്ക് ശല്യം ചെയ്യരുതേ. അവരെ പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു. ആ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റാരോപിതരായ 8 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അതിൽ നിങ്ങൾ പറയുന്നത് മാതിരി സമ്പത്ത് റായിയുടെ ഡ്രൈവർ എന്ന് പറയുന്നത് ആദ്യകാലത്ത് താൽക്കാലിക ജീവനക്കാരനായി അദ്ദേഹത്തോടൊപ്പം വന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി ചുമതലപ്പെട്ടതിന് ശേഷം ഒരു ദിവസം പോലും ഈ വ്യക്തി, ഈ കുറ്റാരോപിതനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായി പ്രവർത്തിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രേഖാമൂലം തെളിവുകളും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മാരകമായ കൊള്ളയെന്ന് അറിയാൻ കഴിയുന്നു. അവിടുന്ന് കിലോ കണക്കിന് വെള്ളിക്കെട്ടുകൾ പോയി അറിയാൻ കഴിയുന്നു. രാമലല്ലയുടെ പാതകമില്ലേ, അതുവരെ അടിച്ചോണ്ട് പോയി എന്നാ പറയുന്നത്. എന്റെ ചോദ്യം അങ്ങ് പറയുന്ന വഴിയിൽ എന്റെ ചോദ്യം അതാണ്, പ്രൊസീജിയറാണ്. ഈ നാല് കീഴ് ജീവനക്കാർ വിചാരിച്ച് നടക്കുന്നതാണോ ഈ കൊള്ള? ഒന്ന് പറയാൻ പറയാൻ കൃത്യമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ശല്യം ചെയ്യരുത്, പറയാൻ അനുവദിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പറയാൻ അനുവദിക്കൂ. ഇവിടെ കാണിക്കപ്പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിനും ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിനും അതിന് ധനമന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവരാണ് അതിൻ്റെ കൃത്യങ്ങൾ ചെയ്യുന്നത്. അവിടെ വരുന്ന സ്വർണം, വെള്ളി, മറ്റ് ലോഹങ്ങൾ ഇതെല്ലാം തന്നെ ധനമന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം, പൂർണ്ണ ഹോളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അവരാണ് അത് മുഴുവൻ തരംതിരിക്കുന്നതും അതിൻ്റെ അളവുകളും തൂക്കങ്ങളും തിട്ടപ്പെടുത്തുന്നതും രേഖപ്പെടുത്തുന്നതും അതിനെ ബാറുകളാക്കുന്നതും ഒക്കെ തന്നെയും. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ തീവട്ടിക്കൊള്ള, ഞാൻ അതിലേക്ക് വരാം. 200 കിലോ വെള്ളി നഷ്ടപ്പെട്ടു എന്ന് സിന്ധി സമുദായ അംഗങ്ങൾ ചേർന്നുകൊണ്ട് അവരുടെ ആ സമുദായത്തിൻ്റെ നേതൃത്വം അവിടേക്ക് സമർപ്പിച്ച 200 കിലോ വെള്ളി, ആ വെള്ളി അത് കൃത്യമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് SIT കൃത്യമായും തങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്തി സർക്കാരിനെയും ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്താണ് സിന്ധി സമുദായത്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ രംഗത്ത് വന്നുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നും ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി സിന്ധി സമുദായ അംഗമാണോ എന്നുപോലും ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നും ഞങ്ങളുടെ ഒരു തലത്തിലുമുള്ള ഭാരവാഹി പട്ടികയിൽ ഇല്ലാത്ത വ്യക്തിയുമാണ് എന്ന് അവർ തന്നെയും രേഖപ്പെടുത്തി. ഇന്ന് നിരവധി മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴെന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് വന്നിരുന്നില്ല. ഇത് ഈ പറഞ്ഞ 8 ജീവനക്കാർ വിചാരിച്ച് നടക്കുന്നതാണോ ഈ മാരക കൊള്ള എന്നായിരുന്നു ഒരു ചോദ്യം. അങ്ങ് അതിലേക്ക് വരുന്നില്ല. അങ്ങ് അതിലേക്ക് വരാൻ കഴിയില്ല. വന്നാൽ അങ്ങയുടെ നേതാവ് ചമ്പത്തറായിൽ അത് പോകും. അങ്ങേക്ക് അതിന് മറുപടി കഴിയില്ല. കാരണം എന്താണ്? അങ്ങയുടെ നേതാവ് ചമ്പത്തറായിലേക്ക് അന്വേഷണം പോകും. അറസ്റ്റ് ചെയ്യണം. ചമ്പത്തറായിക്ക് ഏതെങ്കിലും ചമ്പത്തറായിക്കോ അനിൽ മിശ്രയ്ക്കോ ഗോപാൽജിക്കോ ആർക്കെങ്കിലും ബന്ധമുണ്ട്? 15 അംഗങ്ങളുള്ള ഇതിലെ ഗവൺമെന്റ് നോമിനികൾ ഒഴികെ ബാക്കിയുള്ള ആർക്കുണ്ടെങ്കിൽ ഗവൺമെന്റ് നോമിനികൾ അടക്കം മുഴുവൻ ആളുകളും അന്വേഷണ പരിധിയിൽ വരണം. സമഗ്രമായ സമ്പൂർണമായ അന്വേഷണം നടത്തി കുറ്റം ചെയ്തവരാരായാലും അവരുടെ പേരിൽ നിയമ നടപടിയെടുക്കണം, അവരെ ശിക്ഷിക്കണം. ഇതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാഴ്ചപ്പാട്. പക്ഷെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഈ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു സമൂഹത്തിന്റെ സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അതിനുവേണ്ടി 60 വർഷക്കാലത്തോളം ഇതിനു വേണ്ടി കാത്തിരുന്നു. നിയമവൃത്തങ്ങളിൽ അതിൻ്റെ തീരുമാനമാവട്ടെ. അവിടെ ഒരു ചില്ലിക്കാശ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഒരു വ്യക്തിയും ഒരു ചില്ലിക്കാശ് 1400 കോടിയുടെ ക്രമക്കേട് നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട് സാർ. മാത്രമല്ല ശ്രീ വി. ആർ. രാജശേഖരൻ 1400 കോടിയുടെ ക്രമക്കേട് ആരോപണം VSPക്കെതിരെ വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പേരിൽ നോട്ടും വോട്ടും കൈപ്പറ്റിയ നിങ്ങൾ ആ പണം ഉപയോഗിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിനല്ല, സ്വന്തം കെട്ടിടങ്ങൾ കെട്ടാനും സർക്കാർ ഉണ്ടാക്കാനും ആരോപിച്ചത് സമാജ്വാദി പാർട്ടി അല്ല, കോൺഗ്രസ് അല്ല, നിർമോഹി അഖാഡ വക്താവ് മഹന്ത് സീതാറാം. നിങ്ങൾ VSPക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണമാണ്. നിങ്ങൾ പറയാൻ അനുവദിക്കൂ. ശരി, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ?
നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറയാൻ അനുവദിക്കണം, ഇടയ്ക്ക് കയറി ഇടപെടരുത്. 1400 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെങ്കിൽ അതിൻ്റെ പേരിൽ ഏത് കോടതിയിലാണ് കേസ് നിലവിലുള്ളത്? ആരെയൊക്കെയാണ് ശിക്ഷിച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് പറയുക. ഒരു ചില്ലിക്കാശ് പോലും എടുത്തിട്ടില്ല. ഒരു ചില്ലിക്കാശിൻ്റെ ഇത് നടക്കത്തില്ല. ഇതിന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ഔദ്യോഗികമായിട്ട് തന്നെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ടീമിൻ്റെ ഇന്റേണൽ ഓഡിറ്റ് കൃത്യമാണ്. ഇത് പബ്ലിക് ഡൊമിനിയനിൽ ലഭ്യമാണ്. അത് കഴിഞ്ഞ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അവരുടെ പരിശോധന. കാര്യം അറിയാത്തോണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും ഇവിടെ എന്തോ ഈ പറയുന്ന ക്ഷേത്ര ട്രസ്റ്റിന്റെ കണക്കൊക്കെ പുറത്തു വിടുന്നവർ എന്തോ 350 കോടി വരുമാനോ എന്തോ ടാക്സ് അടച്ചെന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയാണ് ഈ വന്ന പണത്തിന്റെ കണക്കാകട്ടോ? അതിനിടയിൽ ഈ പറയുന്ന കെട്ടുകണക്കിന് 500ന്റെ കെട്ടുകൾ അനവരതം മാറ്റിക്കൊണ്ടിരുന്നു പറയുന്നത്. എന്നിട്ട് അത് കക്കൂസ് കൊണ്ട് ഒളിപ്പിക്കും, ജോലി കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ചാക്കി കെട്ട് കൊണ്ടുപോകും എന്നാ പറയുന്നത്. ശ്രീ ലാൽകുമാർ, സാധാരണ ഓട്ടോക്കാരോട് ഇനി അവർ ചോദിക്കുന്നത് 10-50 രൂപ കൂടുതലാണെന്ന് ബോധ്യം ഉണ്ടായാൽ പോലും ഞാനും കൊടുക്കാറ് പതിവ്. അവരോട് തർക്കിക്കാറില്ല. ഒരുപാട് പൈസ കയ്യിലുള്ളതുകൊണ്ടൊന്നുമല്ല. എന്നാലും എത്ര ആണെങ്കിലും റോഡിൽ ചൂടിലും മഴയത്തും അധ്വാനിക്കുന്നവരാണ്. 10 തർക്കിട്ട് അവരോടല്ല എന്ന തൊഴിലാളികൾക്ക് ബോധം കൊണ്ടാണ്. അതുപോലെ ഓട്ടോ ഡ്രൈവറാണ് ഇയാൾ. ആരാണ് അയാളുടെ പേര്? തിന്നു യാദവ്, ചമ്പത്രായുടെ ഡ്രൈവർ. ഓട്ടോ ഡ്രൈവർ കെട്ടിപ്പൊക്കിയത് ഹോസ്റ്റലുകൾ, ഹോട്ടലുകൾ, ആസ്തി 50 കോടി. ചമ്പത്രായുടെ കൈക്കാനായതിനു ശേഷമാണ് ഈ മാരകമായ വളർച്ച. ക്ലിയർ പ്രൊസീഡിങ്സ് ഓഫ് ക്രൈം ആണല്ലേ? ശബരിമലയിൽ വന്ന ED അവിടെ പ്രൊസീഡിങ്സ് ഓഫ് ക്രൈം ഉണ്ടെന്ന് ഗവേഷണം നടത്തി EDക്ക് എന്താ അങ്ങോട്ട് പോകണ്ടേ? ശ്രീ ലാൽകുമാർ, വളരെ കൃത്യമായ ഒരു അനാലിസിസ് ആണ്. പ്രൊസീഡ്സ് ഓഫ് എ ക്രൈം എന്നുള്ളതാണ് നമ്മൾ ED പൊതുവെ പറയുക. നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായിട്ട്, ഒരു തെറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പണം മറ്റേതേലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കും എന്നുള്ളതുകൊണ്ടാണ് ഇവർ കടന്നു വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇവിടെ വ്യക്തമാണ്. ഇതിപ്പം ശബരിമലയിലോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു അഴിമതി പോലെയൊന്നുമല്ല. താങ്കൾ പറയുന്ന കണക്കനുസരിച്ച് വെച്ച് കോടാനുകോടി രൂപകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതൊന്ന്. രണ്ട്, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇതിനകത്തുനിന്ന് കട്ടുകൊണ്ട് വരിക അല്ലെങ്കിൽ ഈ പറയുന്ന രാമൻ്റെ സന്നിധിയിൽ നിന്ന് പണവും വെള്ളിയും ഒക്കെ, ഇതിപ്പം നേർച്ചയൊക്കെയാണല്ലോ തട്ടിക്കൊണ്ട് പോകുന്നത്. ഈ തട്ടിക്കൊണ്ട് പോകുന്നത് വെളിയിൽ കൊണ്ടുപോകാൻ ഒരു സിസ്റ്റം, അതിനേക്കാട്ടിലും വലിയൊരു സിസ്റ്റം, ഒരു വലിയ ചെയിൻ ഓഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അത് പ്രസക്തമായൊരു കാര്യമാണ്. ഈ അന്വേഷണ പരിധിയിൽ അതും വരേണ്ട ഒരു വിഷയമാണ്. അപ്പം ഞാനിതിനെ ഇപ്പോൾ രാജ്ദീപ് സർദേശായിയുടെ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതിനകത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നൊരു കാര്യം, ഈ പ്രൈവറ്റ് ഇൻ്റർമീഡിയറീസ് ഉണ്ടല്ലോ, ഇടനിലക്കാർ. ആ ഇടനിലക്കാർ അയോധ്യയുടെ പരിസരത്തൊക്കെ 1-2 കോടി രൂപയ്ക്ക് മേടിക്കുന്ന സ്ഥലം ഈ രാമക്ഷേത്ര ട്രസ്റ്റ് പിന്നീട് ഒരാഴ്ച കഴിയുമ്പോഴാണെങ്കിലും മേടിക്കുന്നത് 18 കോടിക്കാണ്. അതെന്തിനാണ് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വരുന്നത്? ഈ ട്രസ്റ്റിൻ്റെ, നമ്മൾ സാധാരണ ഗതി ട്രസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? അതാ വിശ്വാസ്യതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിനകത്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിഷിപ്പ് എന്നാണ് നമ്മൾ പറയുക. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ റിലേഷൻഷിപ്പിനും ഉള്ളത് ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയി, അതിൻ്റെ പർപ്പസ് പോയി കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളത് എന്താ? ഈ ട്രസ്റ്റിൻ്റെ പേർപ്പസ് എന്താ? ഇതിൻ്റെ യഥാർത്ഥ ബെനിഫിഷ്യറിയായ ഈ പറയുന്ന പ്രേയേഴ്സിന് പോകുന്ന ഡിസൈപ്പിൾസ് അല്ലെങ്കിൽ അവിടുത്തെ ഭക്തർ, സ്പിരിച്വൽ ഫോളോവേഴ്സ്, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനൊക്കെ ഉപരി രാമൻ്റെ സ്വത്ത് ഗാർഡ് ചെയ്യാനുള്ള ഒരു പേർപ്പസ് ഇവർക്കുണ്ട്. കാര്യം രാമൻ ഒരു പെർപെക്ച്വൽ മൈനറാണ്. ആ പെർപെക്ച്വൽ മൈനറിൻ്റെ സ്വത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ജോലി ഇവർ ഏറ്റെടുക്കാതെ ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് നോക്കൂ, ശബരിമലയുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. ശബരിമല കൊള്ള നടന്നു എന്ന് പറയുന്നു. ആ കൊള്ളയുമായി ബന്ധപ്പെട്ട ആർക്കും ന്യായീകരിക്കേണ്ട കാര്യമില്ല ഇവിടെ. അതൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തവരെല്ലാം ജയിലിലേക്ക് പോവുക എന്നുള്ള കാര്യത്തിൽ എനിക്കും ഹാഷ്മിക്കും ഇവിടെ ഇരിക്കുന്ന ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറയുന്ന അതേ സ്കെയിലിൽ ഈ പറയുന്ന വിഷയവും ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ സ്കെയിൽ ഇച്ചിലൂടെ വലുതാണ്. കാര്യം ഇത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ മൊത്തത്തിൽ ആൻറ്റഗണൈസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിനെ ടോപ്പിൾ ഡൗൺ ചെയ്ത് പിൽക്കാലത്ത് 2019 ലോങ് ലിറ്റിഗേഷൻ്റെ റിസൾട്ടായിട്ട് ഒരു സുപ്രീം കോർട്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിനകത്ത് എന്താണ് പറയുന്നത്? ഈ പറയുന്ന ഒരു അമ്പലം ഉണ്ടാക്കാനായിട്ട് അവിടെ ഒരു ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ആരോടാണ് ആവശ്യപ്പെട്ടത്? സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ആ പവർ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അവരിലാണ് ആ കർമ്മം നിക്ഷിപ്തമായിരുന്നത്. ആ പറയുന്നതിനകത്ത് അടിസ്ഥാനത്തിൽ 15 പേര് മെമ്പറുള്ള ഒരു ട്രസ്റ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനകത്ത് 12 പേരെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തതെന്നാണ് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത്. പിന്നെ പഴയ നിർമോഖി അഖാര
അവർ പറഞ്ഞ പഴയ ഷെബൈറ്റുകൾ, അവരുടെ സൂട്ട് അവർ കൊടുത്തിരുന്ന സൂട്ട് ലിമിറ്റേഷനിൽ തള്ളിപ്പോയെങ്കിലും, അത് ഇച്ചിരി ടെക്നിക്കലാണ് ഞാൻ പറഞ്ഞത്, ലിമിറ്റേഷനിൽ തള്ളിപ്പോയെങ്കിലും അവരുടെ അവകാശം ഇവിടെ പ്രാർത്ഥിക്കാനുള്ള, അവരുടെ പൂജ ചെയ്യാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ആ ട്രസ്റ്റിനകത്തൊരു മെമ്പർഷിപ്പും കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. ഇത് VHP ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ കാര്യം. VHP ഈ പറയുന്ന രാമക്ഷേത്രത്തിന് വേണ്ടി അയോധ്യയിലെ നിന്ന മോസ്കിൻ്റെ സ്ട്രക്ചറിനെ പൊളിക്കാനുള്ള പ്രോസസ്സ് നടന്ന് അവർ പള്ളി പണി അല്ലെങ്കിൽ അമ്പലം പണിയണം എന്ന് പറഞ്ഞ് മൂവ്മെൻറ്റ് നടത്തി. പക്ഷേ മൂവ്മെൻറ്റ് നടത്തിയതിൻ്റെ റിസൾട്ടായിട്ട് ഈ പറയുന്ന ടോപ്പിൾ ഡൗൺ ചെയ്തതിന് ശേഷം ഒരു സിവിൽ ഡിസ്പ്യൂട്ട് വരികയും ആ സിവിൽ ഡിസ്പ്യൂട്ടിൻ്റെ റിസൾട്ട് സുപ്രീം കോടതി അഡ്ജൂഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ആ അഡ്ജൂഡിക്കേഷൻ്റെ റിസൾട്ട് എന്താണ്? അതാണ് കേന്ദ്ര സർക്കാരിനോട് ട്രസ്റ്റ് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടത്. അവിടെ VHPക്ക് റോളൊന്നുമില്ല. VHPക്കാർ വഴി കൂടെ നിന്ന് ഇത് ഞങ്ങളുടെ കഠിന ഫലമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു നടക്കാവുന്നേ ഉള്ളൂ. ആ ട്രസ്റ്റിൽ നിങ്ങൾക്ക് റോൾ വരുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് നടത്തിയ ഒരു നിഗൂഢമായ പരിപാടിയാണ്. കാര്യം ഈ പറയുന്ന ആൾക്കാരെ ഇതിനകത്തെല്ലാം കുത്തിക്കയറ്റി അവസാനം അവിടെ നടക്കുന്നത് വളരെ മോശമായ കാര്യങ്ങൾ നടക്കുന്നു. ഇത് നമുക്കിത് ആദ്യം തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞു, ഇവർക്ക് എത്ര രൂപ കിട്ടി ഈ ടെമ്പിൾ സ്ട്രക്ചർ പണിയാനായിട്ട്, എത്ര രൂപ കിട്ടി? കണക്കൊക്കെ പറയുന്നതും യഥാർത്ഥവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇന്നലെ ഇതുപോലെ തന്നെ ഒരു ചർച്ചയ്ക്കകത്തിരുന്നപ്പോൾ പറയുന്നത് വരുന്നതൊന്നും ശബ്ദം പുറത്തു വരുന്നില്ല. ഇപ്പോൾ ഇവിടെ CAG ഓഡിറ്റ് നടത്തിയിരുന്നു. എവിടെ CAG ഓഡിറ്റ് നടത്തുന്നതിനകത്ത് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ പരിമിതമായ അറിവിൽ അവിടെ CAG ഓഡിറ്റ് നടത്താൻ പറ്റില്ല. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മള് ഓഡിറ്റ് ഇല്ല. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഇതിനകത്ത് എന്താണെന്ന് കൺട്രോൾ ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? ഇവർക്കൊരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് ഉണ്ടെന്ന് വെക്കാം, ഇവരുടെ ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടെന്ന് വെക്കാം. ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് എന്താ? ഈ കള്ളത്തരമെല്ലാം കാണിച്ചതിനെ മറയ്ക്കാനല്ലേ ഓഡിറ്റ് നടത്തുന്നത്? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ റവന്യൂ ഫ്ലോയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ജനങ്ങളുടെ അക്കൗണ്ടബിൾ ആകാത്ത ഒരു സാഹചര്യത്തിൽ എന്ത് ഓഡിറ്റ് നടത്തിയിട്ടും കാര്യമില്ല. താങ്കളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് നടക്കുന്ന ചർച്ചകളിലൊന്നാണ് ഈ പറയുന്ന നീറ്റ് പരീക്ഷ. നീറ്റ് പരീക്ഷയിൽ മൊത്തം ക്രമക്കേട് നടത്തി, എന്നിട്ടും ആ മന്ത്രിയോട് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് വെക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ പറയുന്ന ട്രസ്റ്റ് രാജിവെച്ചു കേട്ടോ. കാര്യം എന്താ? അവർക്ക് മനസ്സിലായി, അവർക്ക് തന്നെ മനസ്സിലായി ഇതിനകത്ത് കുഴപ്പമുണ്ടെന്ന്. താങ്കൾ പറയുന്ന അനുസരിച്ച് താങ്കളുടെ പല വാർത്തകളും ഞാൻ കണ്ടു, താങ്കളുടെയൊക്കെ പല വാർത്തയും കണ്ടു. ഈ പറയുന്ന VHP നേതാവിനോട് മോശമായ രീതിയിലേക്ക് RSS വരുന്നു, RSSന് അദ്ദേഹത്തിനോട് പ്രതിഷേധമുണ്ട് എന്ന് വരുന്നു. അതെന്താണ്? നിങ്ങൾ ഹാഷ്മി ഒന്ന് ആലോചിക്കേ, ഈ പറയുന്ന ഇത്രയും അഴിമതി, താങ്കൾ പറഞ്ഞ സ്കെയിലുള്ള അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവർ വിചാരിച്ചാൽ നടക്കുമോ? അത് തന്നെ താങ്കൾ സൂചിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്നവരാലോചിച്ചാൽ മതി. ഇത് ഒരു കാരണവശാലും ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു തൊഴിലാളിയോ വിചാരിച്ചാൽ നടക്കുന്ന ഒരു വിഷയമല്ല. കോടാനുകോടി രൂപ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പ്രൊസീഡ്സ് ഇതുവഴി പോയിട്ടുണ്ടെന്നുള്ളത് റീഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ചെയിനിലും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞ രണ്ട് കാര്യം കൂടെ സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കാം. ഒരു ഡെസിക്രേഷൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു ഈ കോൺസിക്രേഷൻ. എന്താ ഡെസിക്രേറ്റ് ചെയ്തത്? മോസ്കാണ്. അത് കോൺസിക്രേറ്റ് ചെയ്തത് ആരാണ്? ആ കോൺസിക്രേഷൻ സെറമണിയുടെ ഹെഡായിട്ട് നിന്നത് പ്രൈം മിനിസ്റ്ററാണ്. സത്യത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ ജോലി അല്ല അത്. നിങ്ങളുടെ നാട്ടിലെ ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുന്നത് ആരാ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടുത്തെ പൂജാരിയൊക്കെയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യമുള്ള രാഷ്ട്രീയക്കാരൻ തന്നെ പോയി അവിടെ നിന്ന് പ്രധാനമന്ത്രി, രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ പറ്റത്തില്ല, രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് തന്നെ പോയി അവിടെ നിന്ന് ഈ പരിപാടി നടത്തുക. എന്ത് മെസ്സേജാണ് ഈ രാജ്യത്തിന് കൊടുത്തത്? അതാ ഞാൻ പറഞ്ഞത്, രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോഡക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. രാമക്ഷേത്രം ഒരു സ്പിരിച്വൽ പ്രോഡക്റ്റിന് മേളിൽ അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. ഒറ്റ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു വിഷയമുണ്ടല്ലോ, ഈ VHPക്കാർ വീണ്ടും പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു 5 ഏക്കർ സ്ഥലം വേണമെന്നും 5 ഏക്കർ സ്ഥലം വഖഫിന് മാറ്റിയിടണമെന്നും അതിനൊരു പള്ളി പണിയണമെന്നും പറഞ്ഞു. പള്ളി പണിയാൻ സമ്മതിക്കത്തില്ല എന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഇവർ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോ? അപ്പം ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ടെമ്പിൾ എക്കണോമിയിലേക്ക് ഇത് മാറി. ഇത് സ്പിരിച്വൽ ടെമ്പിളിന് പകരം ഇതൊരു ടെമ്പിൾ എക്കണോമിയായി മാറി ആൾക്കാരെ പറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് വളരെ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വരുമ്പം നിങ്ങൾ എതിർത്തിട്ടൊന്നും കാര്യമില്ല. ഹാഷ്മി ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ FIR ഇട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? ഈ പറയുന്ന CCTV വിഷ്വലും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എവിഡൻസും, ഈവൻ ഓൾ ദ ഷ്രെഡ് ഓഫ് എവിഡൻസ്, എല്ലാ കാര്യങ്ങളും എടുത്തവർ കളയാൻ അവർക്ക് സമയം കിട്ടിയില്ലേ? ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു കള്ളം നടന്നു കഴിഞ്ഞ് ഒരു ഇൻവെസ്റ്റിഗേഷൻ FIR ഇടാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ
അതിനകത്ത് അക്യൂസ്ഡ്, പ്രോസ്പെക്റ്റീവ് അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ പീസ് ഓഫ് എവിഡൻസും ഈ പറയുന്ന ഇല്ലാതാക്കാനുള്ള സമയമല്ലേ ഇവർ കൊടുത്തത്? എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ഇറക്കുന്നത്? ഈ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ ബേസ് അറിയാത്തവരാണോ സ്റ്റേറ്റിൽ നിൽക്കുന്നത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിന് ഒരു വലിയ രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്, കോൺസ്പിറസി നടന്നിട്ടുണ്ട്. ആ കോൺസ്പിറസി ചുമ്മാതെ ഈ പറയുന്ന ഒരു ഡ്രൈവറിൽ മാത്രം ഒന്ന് ഒതുക്കി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനുള്ള ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്, സമ്മതിക്കാൻ കഴിയില്ല. ഡോക്ടർ ജിൻഡോ, ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങൾ 100 ഏക്കർ ഭൂമികൾ വാരിക്കൂട്ടുന്നു തുച്ഛവിലയ്ക്ക്. അതിൽ 37 ഏക്കർ പിന്നെ ഉജ്ജയിൻ മാസ്റ്റർ പ്ലാന്റെ ഭാഗമായി കൃഷിഭൂമി വാണിജ്യഭൂമിയെ തരമാറ്റുന്ന സ്ഥലമാണ്. അതിൽ 111 ഏക്കർ റോഡ് പദ്ധതികൾ പ്രഖ്യാപിച്ച സ്ഥലമാണ്. റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണ്. ഇടിക്ക് അങ്ങോട്ട് പോകേണ്ട, ഏതെങ്കിലും തരത്തിൽ പ്രതികരണങ്ങളില്ല, നേഷൻ വാണ്ട്സ് നോ, ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയില്ല. ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട രാമക്ഷേത്രത്തിൽ നടക്കുന്ന മാരകമായ ക്ഷേത്രക്കൊള്ള, അടിമുടി കൊള്ള, ഏതാനും ഡ്രൈവറോ ബാങ്കിലെ 3-4 ക്ലർക്കുമാർ വഴി നടക്കുന്നതല്ല എന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും വളരെ വളരെ എവിഡൻ്റായ വ്യക്തമായ കാര്യം. ട്രസ്റ്റ് പറയുന്ന SIT വേണം, ഓക്കെ SIT, ട്രസ്റ്റ് പറയുന്ന പോലെ അന്വേഷണം. ഇവിടെ പ്രധാനമന്ത്രിക്ക് മിണ്ടാട്ടമില്ല, അമിത്ഷായ്ക്ക് മിണ്ടാട്ടമില്ല, ബാക്കി ആരും മിണ്ടുന്നില്ല. ഒക്കെ തീർന്നോ? ഒക്കെ മതിയോ ജിൻഡോ? ഇവിടെ ശ്രീ VR രാജശേഖരൻ പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇൻറ്റേർണൽ ഓഡിറ്റുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുണ്ട്, CAGയുടെ കണക്കെടുപ്പുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നടക്കുമ്പോഴാണ് കക്കൂസ് വഴി കോടിക്കണക്കിന് രൂപ രാമക്ഷേത്രത്തിൽ നിന്ന് കട്ടുകൊണ്ടുപോകുന്നത്. എന്തായാലും ഈ ട്രസ്റ്റിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ട്രസ്റ്റിൽ കുറേ ആളുകളുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിയന്ത്രണത്തിൽ നടത്തിയ ഒരു ട്രസ്റ്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിനിധികളൊക്കെ ഉള്ള ഒരു ട്രസ്റ്റ്. ട്രസ്റ്റിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വിശ്വ ഹിന്ദു പരിഷത്ത്, സംഘപരിവാർ, RSS, BJP. പണ്ട് 6-ാം തമ്പുരാൻ സിനിമയെ പറഞ്ഞ പോലെയാണ് ഞാനും അപ്പനും സുഭദ്രയും. ഇവരുടെ ട്രസ്റ്റ് ഇവർ തന്നെ നടത്തുന്നു, ഇവർ തന്നെ പണം വാങ്ങുന്നു, ഇവർ തന്നെ കക്കൂസ് വഴി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു, അല്ലേ? തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ജവഹർലാൽ നെഹ്റുവിന് കടക്കപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന സകല തോന്നിവാസത്തിനും പണ്ടോ പതിറ്റാണ്ടുകൾ മുമ്പ് മരിച്ചുപോയ നെഹ്റുവിനാണ് കടക്കപ്പുറത്തിക്കേട്. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് നേരിട്ട് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ഇപ്പം മൗനിജി ആയിട്ടിരിക്കുക. അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന, ഞാൻ വിചാരിക്കുന്ന നൃപേന്ദ്ര മിശ്ര, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്, അയാളുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പണിയൊക്കെ നടന്നത്. ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ നേരിട്ടുള്ള റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിൽ 1000 കോടി രൂപ കൊള്ളയടിച്ചു എന്നുള്ള വാർത്ത വന്നിട്ട് ഇപ്പോൾ ഇവർ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരുപാട് മനുഷ്യർ ജീവൻ ത്യജിച്ച് ക്ഷേത്രം ഉണ്ടാക്കിയെന്ന്. ഇവർ ജീവൻ ത്യജിച്ചതും ഇവർ കുറേ പേരുടെ ജീവൻ എടുത്തതും രാമന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. ഇവരിതൊക്കെ ചെയ്തത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയ പ്രോജക്റ്റിന് വേണ്ടി, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ട് രാമനെ ഉപയോഗിച്ചു, ബിംബവൽക്കരിച്ചു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ മറവിൽ വിശ്വാസികളായിട്ടുള്ള ഭക്തരുടെ കാണിക്ക കൊള്ളയടിക്കുന്നതിനുള്ള അവസരമായിട്ടെടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാരോ മാർജിനിൽ ഭരണം കിട്ടിയപ്പോൾ TDPയുടെയും JDUവിൻ്റെയും 2 പൊയ്ക്കാലുകളിൽ ഉയർന്നു നിന്നിട്ട് നരേന്ദ്രമോദി വൈകുന്നേരം വന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? ജയ് ശ്രീരാം എന്നുള്ള മുദ്രാവാക്യം കുറേ കാലം വിളിച്ചതാണ്, അത് വിട്ടു. പിന്നെ വിളിച്ചത് ജയ് ജഗന്നാഥ് എന്നാണ്. ഇനി ജഗന്നാഥ ക്ഷേത്രത്തിലും കൂടിയാണ് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്തത്. ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് നോക്കിയപ്പോൾ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ 1000 കോടി രൂപ കൊള്ളയടിച്ചതായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടോയെന്ന്. പരാതി ഉണ്ടായിട്ട് എന്താണ് കാര്യം? വല്ല കാര്യമുണ്ടോ? പരാതി ഉള്ളവരെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു അത്താഴ പഷ്ണിക്കാരൻ വല്ലതും തിന്നതിൻ്റെ പേരിൽ, എന്തെങ്കിലും വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ ബുൾഡോസർ എടുത്ത് അവരുടെ വീടും കെട്ടിടമൊക്കെ പൊളിക്കൂലേ? ഈ രാമൻ്റെ സ്വത്ത് കട്ടവരുടെ ആപ്പീസിൽ ബുൾഡോസർ കയറ്റാൻ തോന്നുന്നില്ലല്ലോ. ബുൾഡോസർ രാജ ആർക്കെതിരെ നടത്തരുതെന്നാണ് എൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ. പക്ഷേ അതാ ഞാൻ ചോദിച്ചത്, ചമ്പത്രയുടെ വലങ്കയ്യ. അപ്പൊ എങ്ങനെയാ ബുൾഡോസർ അങ്ങോട്ട് പോകുന്നത്? ചമ്പത്ര ആരാണ്? VSPയുടെ സ്ഥാപക നേതാവ്, RSSന്റെ ടോപ്പ് ബ്രാസ് നേതാവ്. അപ്പോൾ JCBക്ക് അറയ്ക്കും അങ്ങോട്ട് പോകാൻ, ഉരുളില്ല അങ്ങോട്ട്. അത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ വേണ്ടപ്പെട്ട ആളുകളാണ്. ഏതെങ്കിലും പാവം പിടിച്ച മനുഷ്യരെ, തെരുവിൽ കിടക്കുന്നവരെ, ചേരിയിൽ കിടക്കുന്നവരെ, ഒരു ഷെഡ് കെട്ടി കിടക്കുന്നവരൊക്കെ ബുൾഡോസർ വിട്ട് പേടിപ്പിക്കും. രാമനെ കൊള്ളയടിച്ചവരെ നിങ്ങൾ സംരക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുക. ഈ രാജ്യത്ത് ഒരുപാട് മനുഷ്യരെ പതിറ്റാണ്ടുകളോളം കൊലയ്ക്ക് കൊടുത്ത, കലാപത്തിന് തീ കൊളുത്തിയ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് നടപ്പാക്കിയതിന് ശേഷം അവിടെ കൊള്ളയടിക്കുമ്പോൾ പറയാം ഞങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജിവെച്ചത്, ഞങ്ങൾക്കിതിൽ ഒരു ബന്ധവും ഇല്ലെന്ന്.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, CAGയുടെ കണക്കെടുപ്പ്, സകലമാന പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ രാജ്യത്തെ സകല മനുഷ്യരെ നിരീക്ഷിക്കുന്ന ED, KD, CBI, പിന്നെ സകലമാന പരിപാടിക്കാരും സകല യുദ്ധമുന്നണിയും ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ പാവപ്പെട്ട നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓട്ടോക്കാരന്, ഡ്രൈവർക്ക്, മറ്റേ താൽക്കാലിക ജീവനക്കാർക്കൊക്കെ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ പറ്റുന്നത്? പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഉത്തർപ്രദേശ് ഗവൺമെൻറ് അവിടെ ഭരിക്കാനിരുന്നത്? പിന്നെ എന്താണ് നിങ്ങളുടെ വലിയ സംരക്ഷണം? നിങ്ങൾ ഉണരണം എന്ന് പറഞ്ഞ് രാജ്യത്തുള്ള സകല മനുഷ്യരെ ഉണർത്താൻ നടന്നാണല്ലോ. ഇപ്പോൾ ഒരു ഉണരലുമില്ലല്ലോ, ഉറക്കം നടിച്ച് കിടക്കുകയാണല്ലോ. എല്ലാ സകല വിഷപ്പാമ്പുകളും ചുരുണ്ടുകൂടി ഉറക്കം നടിച്ച് കിടക്കുക. രാമക്ഷേത്രം കൊള്ളയടിച്ചതിനെതിരെ നിങ്ങൾക്ക് രഥയാത്ര നടത്തണ്ടേ? രാമൻ്റെ സ്വത്ത് കൊള്ളയടിച്ചതിനെതിരെ നിങ്ങൾക്ക് ഒരു പരാതിയുമില്ലേ? നിങ്ങളെന്താ കലാപം നടത്താത്തത്? നിങ്ങളെന്താ ജാഥ നടത്താത്തത്? നിങ്ങൾക്ക് ഒരു പ്രതിഷേധവും ഇല്ലല്ലോ, ഒരു പ്രസംഗവും ഇല്ലല്ലോ. പണ്ട് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന വാർത്ത പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് അന്നത്തെ വൈസ്രോയോ മറ്റോ പറഞ്ഞതെന്ന്. ഭാഗ്യം അതൊരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞ പോലെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തി വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതുപോലെയാണ് തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട്, വീണ്ടും പറയാ, അനുഗ്രഹം കൊണ്ട് ഇതൊരു ക്രിസ്ത്യാനി മുസ്ലിമിൻ്റെ പേരൊന്നും ഇതിൽ പരാമർശിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ മനസമാധാനത്തോടെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ 500ന്റെ കെട്ടുകളുണ്ടല്ലോ. ഈ 500ന്റെ കെട്ടുകൾ അപ്പം തന്നെ അങ്ങനെ അട്ടിയടിക്കി മാറ്റി ഇത് കക്കൂസ് കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. ജോലി കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഈ 500 നോട്ടെല്ലാം കൂടെ ചാക്കിനകത്ത് കെട്ടിട്ട് ഏതോ വഴിക്ക് ഓട്ടോയിലോ ട്രക്കിലോ ലോറിലോ കൊണ്ടുപോകും എന്തൊക്കെയാണ് പറയപ്പെടുന്നത്. എത്ര കിലോ വെള്ളിക്കെട്ട് കാണാനും ഇപ്പോഴും ഇപ്പോൾ ശിവസേന പറഞ്ഞു ഞങ്ങൾ കൊടുത്ത് 1 കോടിയുടെയും വെള്ളിക്കെട്ട് കണക്ക് കാണാനില്ല, ഒരു റെസിപ്റ്റ് തന്നിട്ടില്ലെന്ന് പറയുന്നു. വെള്ളിക്കെട്ടി, സ്വർണം, രാമൻ്റെ ഈ പറയുന്ന വെള്ളിപ്പാതുകവും ഏതോ ഒരു നെക്ലേസും അതൊന്നും കാണാനില്ലെന്ന് പറഞ്ഞു. നമുക്ക് അതിൻ്റെയൊക്കെ സ്ഥിരീകരണത്തിലേക്ക് വരണം. എന്തായാലും ഒരു കാര്യം, ശ്രീ രാഹുൽ ഈശ്വർ നേരത്തെ ഗാന്ധി വെടിയേറ്റ കാര്യം പറഞ്ഞു. ശ്രീ ജിൻഡോ, വർഗീയവാദി പിതൃഘാതകൻ ഗോഡ്സെയുടെ വെടിയേറ്റ് വീണപ്പോൾ വേദനയിൽ ഗാന്ധി വിളിച്ച ഹേ റാം എന്ന വിശ്വാസിയുടെ രാമനല്ല സംഘപരിവാർ രാഷ്ട്രീയ രാമൻ എന്നൊക്കെ പൊളിറ്റിക്കൽ വീക്ഷണമുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. എന്നിരുന്നാലും അവിടെ പോകുന്നവർ, അവിടേക്ക് സംഭാവന കൊടുത്തവരൊക്കെ സംഘപരിവാരല്ല, നിഷ്കളങ്കരായ വിശ്വാസികളുണ്ട്. ആ വിശ്വാസി വികാരത്തെ ഇക്കൂട്ടർ പച്ചയ്ക്ക് തൂക്കി വെക്കുകയല്ലേ അയോധ്യയിൽ കണ്ടത്? രാഹുൽ. ശ്രീ ഹാഷ്മി, ഗാന്ധിജിയുടെ രാമൻ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇനി FIRൽ പറയുന്ന പോലെ 7 കോടിയാണോ 200 കോടിയാണോ 400 ആണോ 1400 ആണോ, ഇനിയും ലാൻഡ് വാല്യൂവിന്റെ ഒരു തെഫ്റ്റും കൂടെ കൂട്ടി 5000 കോടിയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു കൊള്ള നടന്നു എന്നുള്ള വിഷമമാണ്. ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ, ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ എനിക്കടക്കം വളരെ വേദന തോന്നുന്ന ഒരു സംഭവമാണ്. ആ പ്രാണപ്രതിഷ്ഠാ പുണ്യദിനത്തിൽ അവിടെ പോകാനുള്ള എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. ആ ദിവസം തന്നെ ഞാൻ ബാബറി മസ്ജിദിന് വേണ്ടി സ്ഥലം കൊടുത്തിരിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള മോസ്കിന്റെ സ്ഥലത്തും പോയി അവിടുത്തെ ആൾക്കാരെ കണ്ടു. 2 സ്ഥലത്തും എൻ്റെതായ ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തു. അപ്പം നമ്മളടക്കം കൊടുത്ത കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അതേപോലെ ഭക്തർ കൊടുത്ത കോൺട്രിബ്യൂഷൻ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി 2, ശ്രീ ലാല് പറഞ്ഞ ഒരു കാര്യത്തിൽ, അദ്ദേഹം പറഞ്ഞ ആ സ്പിരിറ്റിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ ചെറിയൊരു അഡീഷൻ കൂടെ, അതായത് അദ്ദേഹം ആഴ്ചകൾക്ക് ശേഷമാണ് ഈ ലാൻഡ് മറച്ചു വിറ്റതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, 2017 സ്ഥലം മേടിച്ച് 2 കോടി രൂപയുടെ ലാൻഡ് 19 മിനിറ്റിന് ശേഷവും അതിനുശേഷം 5 മിനിറ്റ്, അതായത് 24 മിനിറ്റിന് ശേഷം 18.5 കോടി രൂപയ്ക്കാണ് വിറ്റത്. അതായത് 2 കോടി രൂപയുടെ ലാൻഡ് രാമജന്മഭൂമി ക്ഷേത്രം മേടിച്ചത് 18.5 കോടി രൂപയ്ക്കാണ്. അന്ന് തന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ഒരുപാട് പേർ, വ്യത്യസ്ത പാർട്ടിയുള്ള ആൾക്കാർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ അന്ന് ആരും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് ഒരു പൊളിറ്റിക്കൽ ആരോപണം മാത്രമാണ് എന്നൊരു തോന്നലാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേന്ദ്രം ഭരിക്കുന്നതും UP ഭരിക്കുന്നതും എല്ലാം സമാനമായ രാഷ്ട്രീയത്തിന്റെ, അല്ലെങ്കിൽ സെയിം രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഒരു വ്യാജ ആരോപണത്തിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. ശ്രീ അഖിലേഷ് യാദവ് ആണ് ഇത് ഉന്നയിച്ചതെങ്കിലും ഈ വിഷയത്തിൽ മെറിറ്റ് ഉണ്ട് എന്ന് ഇന്ന് തെളിഞ്ഞല്ലോ. അതായത് ശബരിമലയിൽ 4 കിലോ സാധ്യത. ആ വിഷയം അന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചത് അയോധ്യയിലെ ഈ സ്ഥലം, ഈ പറയപ്പെടുന്ന സ്ഥലം കുസും പതക്, ഹരീഷ് പതക് എന്ന 2 പേർ 2 കോടിക്ക് 2 പേർക്ക് സുൽത്താൻ അൻസാരി, രവി മോഹൻ തിവാരി എന്ന് വിൽക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ സ്ഥലം ശ്രീ രാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന് ഈ അൻസാരിയും തിവാരിയും വിൽക്കുന്നത് 18.5 കോടി. ലാൻഡ് ഡീഡും പേപ്പറൊക്കെ അന്ന് പുറത്തു വന്നതാണ്. പക്ഷെ അന്വേഷണം താങ്കൾ പറഞ്ഞത് എവിടെ എത്തിയത്? സത്യമാണ്. അതെ, രവി മോഹൻ തിവാരിയുടെ കാര്യമാണ് പറഞ്ഞത്. 18.5 കോടി. ഓർക്കേണ്ടത് നമ്മുടെ ഭക്തരുടെ കാശാണ് പോകുന്നത്. 2 കോടി രൂപയുടെ സ്ഥലം രാമജന്മഭൂമി ക്ഷേത്രം 18.5 കോടി രൂപയ്ക്ക് മേടിക്കുമ്പോൾ സാധാരണ വിശ്വാസിയുടെ സ്വത്തല്ലേ അവിടെ പോകുന്നത്. അപ്പോൾ അന്ന് പക്ഷെ ആരും സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അതൊക്കെ ഒരു ആരോപണത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ശ്രീ അഖിലേഷ് യാദവാണ് ഉന്നയിച്ചതെങ്കിലും യോഗി സർക്കാർ അംഗീകരിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തായാലും കൊള്ള നടന്നില്ലെന്ന് ആരും പറയുന്നില്ലല്ലോ. ഇനിയും ശ്രീ ഹാഷ്മി നോക്കേണ്ടത് ശബരിമലയിലാണെങ്കിലും അയോധ്യയിലാണെങ്കിലും കൊള്ള നടക്കുന്നത് വേദനയാണ്. ശ്രീരാമനെ ആണെങ്കിലും അയ്യപ്പനെ
എങ്ങനെയാണെങ്കിലും കൊള്ളയടിക്കുന്ന വേദനയാണ്. ശബരിമലയിൽ പരമാവധി 4 കിലോഗ്രാം സ്വർണ്ണങ്ങളാണ് ഒരുപക്ഷെ CPM-ന്റെ നേതൃത്വത്തിൽ നിന്ന് പറയപ്പെടുന്ന രീതിയിൽ കൊള്ളയടിക്കുന്നത്. അതിനെല്ലാം കൂടെ 4-5 കോടി രൂപ വരും. അയോധ്യയിൽ അതിനേക്കാൾ വലിയ തീവട്ടിക്കൊള്ള നടന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താ? 2 സൊല്യൂഷനാണ് ഉള്ളത്. എന്റെ പെറ്റീഷനിലാണ് ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന് കീഴിൽ വരുന്നത്. ഞാൻ എന്റെ ഡ്രൈവറുടെ പേരിലാണ് ആ പെറ്റീഷൻ കൊടുത്തത്. ഇതേപോലെ എല്ലാ അമ്പലങ്ങളും പള്ളികളും മോസ്കും ചർച്ചും ആശ്രമങ്ങളും റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴിൽ വരണം. അതായത് ആ പ്രത്യേക വിശ്വാസധാരയിലെ ആൾക്കാർക്ക് ആ പെറ്റീഷൻ കൊടുക്കാൻ അവകാശവും വേണം. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കാശ് എവിടെ പോകുന്നു നമുക്കറിയാം. 2, ഈ വിഷയത്തിൽ ഒരു കോർട്ട് മോണിറ്റേർഡ് പ്രോബ് വേണം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ കോടതികൾ പറഞ്ഞാലേ വിശ്വാസം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പൊ ചമ്പത് റായിയെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായി അല്ലെന്ന് പറയാൻ കഴിയും. ഇപ്പൊ ഉദാഹരണം ചമ്പത് റായിയുടെ ഡ്രൈവർ 50 കോടി രൂപ വില വരുന്നൊരു പ്ലോട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ ഓട്ടോ ഓടിച്ചുണ്ടാക്കി എന്നാണ് പറഞ്ഞത്. ഓട്ടോ ഓടിച്ചാൽ 50 കോടി രൂപയുടെ ഒരു പ്ലോട്ട് മേടിക്കാൻ ആർക്കും പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഏത് ഓട്ടോ ആണ്, അത് എന്ത് തരം ഓട്ടോയാണ് ഓട്ടോ ഓടിച്ച് 50 കോടി രൂപ ഉണ്ടാക്കുന്നത്? അപ്പോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്. രാഹുൽ, ചിലപ്പോ ഇവിടുന്ന് ഈ പറയുന്ന ഇത് ഒന്നാമത്തെ കാര്യം ഇവിടെ വലിയ സുരക്ഷയാണ്. ഇവിടെ കൊടൂര സുരക്ഷയിൽ അവിടുന്ന് കടത്തുന്ന ഈ പറഞ്ഞ സ്വർണവും ഈ പറഞ്ഞ കോടികളൊക്കെ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഓട്ടോ ഉപയോഗിച്ച് കാണും. അങ്ങനെ ഓട്ടോ ഓടിയായിരിക്കും ചിലപ്പോൾ. ഇനി 2, ഈ ബാത്റൂമിലെ അലിഗേഷൻസ് ഞാൻ വേറെ വാക്ക് ഉപയോഗിക്കുന്നില്ല. അതായത് അത് CCTV-ലടക്കം എന്റെ ധാരണ ശരിയാണെങ്കിൽ 70 തെഫ്റ്റ് ഇൻസിഡൻസ് ഏപ്രിൽ 26-നും ജൂൺ 5-നും ഇടയ്ക്ക് 70 തെഫ്റ്റ് ഇൻസിഡൻസ് ഉണ്ടെന്നാണ് അതിൽ ആരോപണം വന്നത്. അപ്പൊ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി സൊല്യൂഷൻ എന്താണ്? അവിടെയാണ് ഒരു ഹൈക്കോടതി മോണിറ്റേർഡ് പ്രോബോ, സുപ്രീം കോടതി മോണിറ്റേർഡ് പ്രോബോ വേണം. ഇല്ലെങ്കിൽ ഇപ്പൊ CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും അവരുടെ എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്ന ആൾക്കാരെ അവരൊരിക്കലും കുടുക്കില്ല. കാര്യം കുടുക്കിയ പാർട്ടിക്ക് കൂടെ ചീത്തപ്പേരാവും. അപ്പൊ അതുകൊണ്ട് അവർക്ക് എപ്പോഴും അവരുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യണം. കുറെ ചെറിയ മീനുകളാണെന്ന് പറയണം. പിന്നെ ഒരു കാര്യം ഹാഷ്മിയോടും കൂടെ, ഞാൻ ഈ വിഷയത്തിൽ നാഷണൽ മീഡിയയിലെല്ലാം ചർച്ചയ്ക്കിരുന്നു. പൊതുവേ വലതുപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന നാഷണൽ മീഡിയ പോലും ഈ വിഷയത്തിൽ കുറെയെങ്കിലും വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതായത് ഇത് ശരിയല്ല, ഇത് രാമഭക്തരോടുള്ള വഞ്ചനയാണ്. പിന്നീട് ഒരുപാട് ബിസിനസ്സുകാർ പറയുന്നുണ്ട് അവർ കൊടുത്ത കാര്യങ്ങൾക്ക് റെസീറ്റ് കിട്ടിയില്ല. അപ്പൊ ഒന്നും നടന്നില്ല എന്ന് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. എന്തോ പ്രശ്നമുണ്ട്, അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പക്ഷേ ദേശീയ മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന ചമ്പത് റായിയുടെ ഡ്രൈവറിലും 8 പേരിൽ കിടന്ന് കറങ്ങാനാണ് താല്പര്യം. ഇപ്പൊ ഇത്രയും വലിയ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള, ദേശത്തിന്റെ ശ്രദ്ധയുള്ള, വലിയ സുരക്ഷയുള്ള നമുക്ക് IB എന്ന സംവിധാനമൊക്കെ ഇല്ലേ? ഇക്കാലം ഇപ്പോൾ ആകെ 42 ദിവസങ്ങളിൽ 70 സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിന് മുമ്പും അത് കഴിഞ്ഞ് എത്ര ആർക്കറിയാന്നേ? ആരും അറിഞ്ഞില്ല. ആകെ ഈ 8 പേർ ചേർന്ന് ഈ പറഞ്ഞ മാരകൊള്ള നടത്തുന്ന ആരോട് പറയണം? ആര് വിശ്വസിക്കാനാണ്? ഞാൻ എത്താം. ശ്രീ VR രാജശേഖരൻ, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്കെതിരെ നേർക്കുനേറുള്ള ക്രമക്കേടാരോപണം ഉന്നയിച്ചത് ഏതെങ്കിലും ജിൻഡോയുടെ പാർട്ടിയോ സമാജ്വാദി പാർട്ടിയോ ഒന്നുമല്ല ഉന്നയിച്ചത്. അവിടുത്തെ നിർമോഹി അഖാഡ എന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട വക്താവ് ഉന്നയിച്ചാണ്. നിങ്ങൾ ക്ഷേത്രത്തിന്റെ പേരിൽ പിരിച്ച പണം കൊണ്ട് നിങ്ങൾ കെട്ടിടവും നിങ്ങളുടെ സംഘടനാ പ്രവർത്തനവും നിങ്ങൾ ഭരണം പിടിക്കാനുള്ള കാശതിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ഈ പറയുന്ന മഹന്ത് സീതാറാം. ദേശവ്യാപകമായി VHP പണം പിരിച്ചു. നിധി സമർപ്പണ അഭിയാൻ എന്നാണ് അതിന്റെ പേര്. രസീതടിച്ച് കോടിക്കണക്കിന് വീടുകൾ കയറി ഡോർ ടു ഡോർ പിരിവ് നടത്തിയതാണ്. എന്തുകൊണ്ടാണ് ആ പിരിവിന്റെ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തുവിടാത്തത് ശ്രീ രാജശേഖരൻ? ഹാഷ്മി, എൻ്റെ സഹപാനലിസ്റ്റുകളായിട്ടുള്ള 3 പേരും പറഞ്ഞതിന് മറുപടി പറയാനായിട്ട് നിങ്ങളുടെ സമയം അനുവദിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കൃത്യമായ മറുപടി പറയാനുണ്ട്. അതിൽ ഒന്ന്, ആരാധ്യനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു എന്നതൊരു വലിയ അപകടമായിട്ട് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ രാഹുൽ ഈശ്വർ ഒഴികെയുള്ള 2 ആളുകളും വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. ഞാൻ അവരോട് ഒറ്റ കാര്യം മാത്രം ചോദിക്കുകയാണ്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഷഡാധാര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിന് അവിടെ അതിൻ്റെ സാക്ഷിത്വം വഹിച്ച വ്യക്തി ഭാരതത്തിൻ്റെ പ്രഥമ രാഷ്ട്രപതിയായിരുന്നു സുഹൃത്തെ. അപ്പം ഇത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഭരണാധികാരികൾ അതിൽ പങ്കെടുത്തിട്ടുള്ള യോഗി ആദിത്യനാഥും ഒക്കെ അതിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടാണ് അവർ പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതിലേക്ക് ഞാൻ പെട്ടെന്ന് വരാം. രണ്ടാമത്, അതായത് നിങ്ങൾ പറഞ്ഞു ഈ കോടിക്കണക്കിന് രൂപ പിരിച്ചു എന്ന് നിർമോഹി അഖാഡെ. എൻ്റെ സുഹൃത്തെ, ഞാൻ നേരത്തെ പറഞ്ഞത് സമയപരിമിതി പോലെ എല്ലാം ചുരുക്കത്തിൽ പറയുകയാണ്. ഇത് നിങ്ങൾക്കറിയാം, സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഭാരത സർക്കാരിനോട് ശുപാർശ ചെയ്ത് ഭാരത സർക്കാരിനാൽ രൂപീകൃതമായ 15 അംഗ ട്രസ്റ്റാണ് 2020 ഫെബ്രുവരി മാസത്തിൽ ഇത് രൂപീകൃതമായത്. ഇതിൻ്റെ ലക്ഷ്യം എന്തിനു വേണ്ടിയാണ്? ഇത് ക്ഷേത്ര നിർമ്മാണത്തിനും അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ട്രസ്റ്റ് രൂപീകൃതമായിട്ടുള്ളത്.
അതിലൊന്നും ആർക്കും ആക്ഷേപമൊന്നുമില്ല. ഈ കാര്യങ്ങളെല്ലാം നടന്നു വന്നിരുന്ന സമയത്ത് ഇവിടെ ഇവരാരൊക്കെയാണ്, സമാജ്വാദി പാർട്ടി ആയാലും അഖിലേഷ് യാദവൻ്റെ പിതാവ് മുൻ മുഖ്യമന്ത്രിയായിരുന്നാലും ഒക്കെ തന്നെയും എന്താണ്, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ആളുകളെല്ലാം തന്നെ ഈ രാമക്ഷേത്ര വിഷയത്തിൽ ആദ്യകാലം മുതലേ ഇതിനെ എതിർത്തിരുന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1949 ഡിസംബർ മാസം 23-ാം തീയതി അവിടെ സ്വയംഭൂവായി ദൃശ്യപ്പെട്ട യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ പ്ലീസ്. ഭഗവാൻ ശ്രീരാമൻ നേർക്കുന്നവർ ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അങ്ങിങ്ങനെ ബീറ്റിങ്ങിനോട് കുറിച്ച് പറയല്ലേ. നിങ്ങൾ പിരിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിടാത്ത എന്താ? താങ്കൾ ഈ പറയുന്ന വിശ്വാസത്തിന്റെ മറവിൽ നിങ്ങൾ പിരിച്ച ശതകോടികളുടെ കണക്ക് പുറത്തുവിടാത്ത എന്താ സി വി ആർ രാജശേഖരൻ? അന്ന് അവിടുത്തെ പറയട്ടെ എൻ്റെ സുഹൃത്തെ ഹാഷ്മി അത് പറയാൻ അനുവദിക്കേ. അന്ന് അവിടെ അന്വേഷണ റിപ്പോർട്ട് നടത്തി ശ്രീ KK നായർ എന്ന മലയാളിയെ സസ്പെൻഡ് ചെയ്യുകയും പിന്നെ അദ്ദേഹം റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹം അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു. അവിടുത്തെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര പരിധി നിശ്ചയിക്കുകയും ക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിക്കുകയും ഒരുപാട് ചർച്ച ചെയ്താണ്, കോടതിയിലേക്ക് വന്നതാണ്, കോടതിയുടെ വാദം പൂർത്തിയായി അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചു. അതിനു മുമ്പ് നിങ്ങൾ അതിനുവേണ്ടി പിരിച്ച പണം എവിടെ സി വി ആർ രാജശേഖരൻ? എനിക്ക് എൻ്റെ സഹപാനലിസ്റ്റ് പറഞ്ഞു അവിടെ പള്ളി ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടാണ്. അതിനെതിരെ ഒരു മുസ്ലിമോ ഒരു മുസ്ലിം സംഘടനയോ ഒരു കേസുമായിട്ട് പോയിട്ട് നിങ്ങൾ രാമന്റെ പേരിൽ പിരിച്ച ഫണ്ടുകൾ എവിടെ? ശതകോടികളുടെ കണക്ക് എവിടെ സി വി ആർ രാജശേഖരൻ? ഇനി പറയട്ടെ ഈ ട്രസ്റ്റിന്റെ പറയട്ടെ ഹാഷ്മി പറയാൻ അനുവദിക്കൂ. ഈ ട്രസ്റ്റിനോട് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടത് എന്താണ്? ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങളുടെ പ്രിന്റ് ചെയ്തിരിക്കുന്ന രസീതുകള് കൂപ്പണുകള് എന്താണോ ആ ധനസമ്പാദന ഉപാധികള് അത് തന്നാൽ മുഴുവൻ ഹിന്ദുക്കളെയും ഭവനങ്ങൾ സമ്പർക്കം ചെയ്ത് ആ കാണിക്ക നിങ്ങളുടെ അടുത്ത് തരാം. അവര് തന്ന മുഴുവൻ രേഖകളും കൃത്യമായിട്ട് അടിസ്ഥാനത്തില് 187 ഗ്രാമങ്ങളിൽ ഗൃഹസമ്പർക്കം നടത്തി കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ശേഖരിച്ച് കൃത്യമായി അതിന്റെ ഓഡിറ്റ് നടത്തി വന്ന കൂപ്പണുകളും അതിന്റെ പറയാൻ അനുവദിക്കും. കേന്ദ്ര സർക്കാരിന്റെ ധനമന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിന് അടക്കം എന്റെ സഹപാനലിസ്റ്റ് അടക്കമുള്ള ആളുകൾക്ക് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ള ട്രസ്റ്റ് ആണെങ്കിൽ സുപ്രീം കോടതി ജുഡീഷ്യറിയെ നിങ്ങൾ പിരിച്ച ശതകോടികളുടെ കണക്കിന്റെ കൃത്യമായ കണക്ക് എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ കോടതിയിലോട്ട് പോകുന്നതാണ് പറയുന്നത്. ഈ കോടിയുടെ കണക്ക് പറഞ്ഞ ആരും വരുത്തണ്ട ഹാഷ്മി. തട്ടിപ്പ് നടത്തിയവൻ അനുഭവിക്കും, അവന്റെ പേരിൽ നിയമ നടപടി വരും. കോടതിയെ സമീപിക്കാത്ത ഒരു സിംഗിൾ ഒരു പോലീസ് പെറ്റീഷനും കൊടുത്തിട്ടുണ്ടോ? വെല്ലുവിളിക്കുക അങ്ങയുടെ സംഘടന രാമക്ഷേത്രത്തിന് വേണ്ടി പിരിച്ച പണം പുട്ടടിച്ചു എന്ന് ആരോപിക്കുന്ന നിർമോണി അഖാഡയാണ്, കോൺഗ്രസ്സുകാരല്ല. ഇന്ന് കേവലം അതിനുശേഷം പിരിച്ച പണത്തിന്റെ തുക ചോദിക്കുമ്പോഴേ കോടതി ഇപ്പം പറയണോ? പറഞ്ഞ മനസ്സിലായില്ലേ? പുട്ടടിച്ചവരോട് പറയണം. നിർമോഹി അഖാഡ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കെട്ടിടം വെച്ചെന്നാ പറഞ്ഞേ. വിഷയം ഇവിടേക്ക് വരികയാണ്, അത് ശരിയല്ലാതെ. എന്റെ പൊന്ന് ചീഫ് ഷോട്ട് പറയല്ലേ ശ്രീ വി ആർ രാജശേഖരൻ 1400 കോടി ക്രമക്കേട് ആരോപിച്ചത് ഒരു വർഗീയ സംഘടനയല്ല. നിർമോഹി അഖാഡ വർഗീയ സംഘടനയാണോ? അല്ലല്ല, ഇത് നിർമോഹി അഖാഡ വർഗീയ സംഘടനയാണോ? പറയാൻ അനുവദിക്കണം. മഹേന്ദ്ര സത്യനെന്ന വർഗീയവാദിയാണോ? ഇത് കേക്ക്, നിർമോഹി അഖാഡ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖാഡ കേസ് കൊടുത്തിട്ടില്ല. അഖാഡയ്ക്ക് കോടതിയെ വർഗീയവാദികളാണോ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കാം. പിരിച്ച പണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ അവരെ വർഗീയവാദിയാക്കുക. അതായത് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാം. അതായത് പിരിച്ച പണത്തിന്റെ കണക്ക് ചോദിച്ചാൽ ഉടനെ വർഗീയവാദി അടിക്കുമല്ലേ? അത് മഹന്താണെങ്കിലും ആരാണെങ്കിലും കൈ വെച്ചാൽ മതി. രാജശേഖരൻ, നിങ്ങൾക്ക് മറുപടിയാണ്, അത് ആ ചാപ്പ കൈ വെച്ചാൽ മതി. മറുപടിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ പറയാൻ അങ്ങനൊന്നും പറയണ്ട. കൃത്യമായ മറുപടിയുണ്ട്. മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് വർഗീയവാദി ചാപ്പ് എടുക്കുന്ന മഹന്തിന് നേരെ. തയ്യാറാണെങ്കിൽ പറയാൻ തയ്യാറാ, അല്ലല്ല വി ആർ രാജശേഖരൻ നിങ്ങളുടെ പറയേണ്ട കാര്യം. അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് അന്നേക്ക് പെട്ടെന്ന് നിർമോഹി അഖാഡയ്ക്ക് നേരെ വർഗീയ ചാപ്പ് എടുക്കേണ്ടി വരുന്നത്. അല്ലല്ല, മറുപടി വ്യക്തമായ മറുപടി ഉണ്ട്. അതുകൊണ്ടാണല്ലോ കൃത്യമായ കണക്കുകൾ സഹിതം നിങ്ങളുടെ അടുത്ത് പറയാം. എവിടെ ഏത് കണക്കില്ല. കേരളത്തിൽ നിന്ന് രാഹുൽ അതെ 2000
2000 രൂപയിൽ കൂടുതലുള്ള എല്ലാത്തിനും തന്നെ ഒരു കാര്യം അത് വേറെ സാറേ, അത് ഡൊണേഷൻ രസീത് പോയിട്ടുണ്ട്. അല്ലല്ല, അത് ഡൊണേഷൻ. അത് ഈ ക്ഷേത്ര ട്രസ്റ്റ് വെബ്സൈറ്റിൽ ആദ്യം കണ്ട ഡൊണേഷൻ ആണ്. ആ ഡൊണേഷൻ പോലെ അന്വേഷിക്കണം. ഇനി രാഹുൽ ഇവിടെ എത്ര രൂപ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ പിരിച്ചു, അതിന് രസീത് റിക്കൺസിലേഷൻ എങ്ങനെയാണ്, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അതുണ്ടാവണ്ടേ? അത് വിശ്വാസയുടെ ആവശ്യം. അത് ചോദിച്ചാൽ ഉടനെ മഹന്തരെ വർഗീയവാദിയാക്കണേ. അല്ലല്ല, ഇതൊരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടത് അല്ല അത് അങ്ങനെയൊന്നും പറയുന്നില്ല. അല്ല, രണ്ട് കാര്യങ്ങളെ ഒരു കാര്യം പറഞ്ഞാൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. രാമഭക്തരുടെ മാത്രമല്ല, RSS അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ആവശ്യമാണ്. ഈ വിഷയത്തിൽ ശ്രീ രാജശേഖരൻ പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുന്നു. അതായത് നെഹ്റു പോയില്ല, ഇന്ന് മോദിജി പോയി എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷെ ഒരു കോഡ്, സാറേ ഒരു കാര്യം, ഒരു കോഡ് മോണിറ്റേഡ് പ്രോബ് വരണ്ടേ? എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഒരു കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു പ്രോബ് എനിക്ക് അനുവദിച്ച സമയമാണ്, പറയാൻ അനുവദിക്കൂ രാഹുൽ ഈശ്വർ. ഇല്ല, അങ്ങേക്ക് 2500 കോടിയുടെ കൊട്ടത്താപ്പ് കണക്ക് പറയല്ലേ? നമ്മൾ എക്സാക്ട് കണക്കാണ് ചോദിക്കുന്നത്. ആ കണക്ക് ഇതുവരെ VHP പുറത്തുവിട്ടിട്ടില്ല. എവിടെയില്ല, കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അവരന്വേഷിക്കട്ടെ. അവരന്വേഷിച്ച് എത്ര കോടിയുടെ സ്കാമാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് അവർ വരട്ടെ. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ സുഹൃത്തെ. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതുവരെ നിങ്ങളങ്ങ് പറഞ്ഞ് പ്രഖ്യാപിക്കാതെ, നിങ്ങൾ വിധി പറയാതെ 5000 കോടി പിന്നെ കട്ടെടുത്തു, അത് കട്ടെടുത്തു. നിങ്ങൾ പറ, ആരാണ് ഇൻഡിവിജ്വലിനെ പറ, നിങ്ങൾ പറയൂ. ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഒരു SIT കീഴിൽ കാട്ടോളം അടക്കുക. രാജ്യത്തിന്റെ IB അറിയുന്നില്ല, ഒരു കുഞ്ഞും അറിയുന്നില്ല. അവിടെ രാമക്ഷേത്ര കുടുംബ സുരക്ഷയുടെ നടുവിലാണ്. ആ സുരക്ഷയ്ക്ക് നടുവിൽ ഈ പറഞ്ഞ 500 കെട്ടുകൾ കക്കൂസിക്കൊണ്ട് ഒളിപ്പിച്ച ഓട്ടോയെ കടത്തുന്നു. ആരും അറിയുന്നില്ല. എന്നോട് ചോദിക്കണം ആരാ കടത്തിയത്? പിന്നെ മഹാകഷ്ടമാണ്. വിളിച്ചിരുത്തി തേജോവധം ചെയ്യരുത്. നിങ്ങൾ ഒന്നുകിൽ പറയാൻ അനുവദിക്കണം ഹാഷ്മി. അവർ സംസാരിച്ചപ്പോൾ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവർ സംസാരിക്കും. നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നവന്റെ വായടപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നടപടി. അത് മര്യാദയല്ല. നിങ്ങളുടെ ഒറ്റ കാര്യം മാത്രം പറയും, നിങ്ങൾക്ക് ആക്ഷേപമുണ്ട്, നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ ആ തെളിവുകൾ SITക്ക് കൈമാറണം. നിങ്ങൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാം, നിങ്ങൾക്കത് പുറത്തുവിടാം. ഇന്ന ആള് ഇത്ര കോടി കട്ടു. നിങ്ങൾ ആരുടെ പേരിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുള്ളത്? നിങ്ങളുടെ പേരിലെ ഇത് കേക്ക് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നാളെ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. യാതൊരു സംശയമില്ല. ഇവിടെ എല്ലാം സുവ്യക്തമാണ്. അവിടുന്ന് ഈ പറയുന്ന 10 ലക്ഷം രൂപ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ 2 പ്രധാനപ്പെട്ട ശബരിമല ചൂണ്ടിക്കാണിച്ചല്ലോ. അവിടെ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ 8 പേരെ അറസ്റ്റ് ചെയ്യുകയും 79.8 ലക്ഷം രൂപ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാരും നിഷേധിക്കുന്നില്ല. അത് കൃത്യമായിട്ട് അവരിൽ നിന്ന് 79.8 ലക്ഷം രൂപ അവർ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ശബരിമലയിലെ SIT രൂപീകരിച്ച ഇത്രയും മാസങ്ങൾ കഴിഞ്ഞല്ലോ. 1 ഗ്രാം സ്വർണം കണ്ടെടുത്തു. അതിനകത്ത് വലിയ നേതാക്കന്മാർ അറസ്റ്റിലായല്ലോ. നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് അവരിൽ നിന്ന് അവരെ കൊണ്ട് 90 ദിവസം ഒരു പ്രാഥമിക ജാമ്യത്തിൽ ഇറങ്ങാനുള്ള അവസരങ്ങൾ 1 ഗ്രാം സ്വർണം ആ കട്ടെടുത്തതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചോ? രാമന്റെ മുതൽ അവരെ കൊണ്ട് തിരിച്ചു വെപ്പിക്കും സുഹൃത്തെ. ഒരു നയാ പൈസ രാമന്റെ അതിനു മുമ്പ് VHP പിരിച്ച പണത്തിന്റെ എക്സാക്ട് കണക്കുകൾ കൂടി ഈ ദിവസങ്ങൾ പുറത്തുവിട്ടാൽ നല്ലതാണ്. നിങ്ങളുടെ കണക്കുണ്ടാവുമല്ലോ എന്തായാലും. ജിൻഡോ, ഇവിടെ VHP പിരിച്ച 1400 കോടി ക്ഷേത്ര നിർമ്മാണത്തിനല്ല, അത് VHPയുടെ കെട്ടിട നിർമ്മാണങ്ങൾ കാണുന്നു. ഈ പറയുന്ന രീതിയിൽ അവരുടെ സംഘടന വികസിപ്പിക്കാനാണെന്നും അവർ ഭരണം പിടിക്കാനാണെന്നും പറയുന്നത് അവിടുത്തെ നിർമോഹി അഖാഡയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് പറഞ്ഞിരുന്നത്. കേസൊന്നും ആയില്ലേ, ശരി. പക്ഷെ അക്കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ പറയുന്ന VHP പിരിച്ച കണക്കുകളുടെ കൃത്യം, ഇപ്പോൾ ഒരു കൊട്ടത്താപ്പിന് 3000 കോടി 2500 കോടി എന്ന് പറയുന്നതിനപ്പുറം കൃത്യം കണക്ക് ബോധിപ്പിക്കാൻ അവർ ബാധ്യസ്ഥരാണല്ലോ. ആ കണക്ക് എവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഉടനെ വർഗീയവാദി ചാപ്പ, അർബൻ നക്സൽ ചാപ്പ ഒക്കെ കയറ്റിയും കടിച്ചാൽ മറുപടിയാവോ? മറുപടി വേണ്ടേ ജിൻഡോ? അല്ല, കണക്ക് ചോദിക്കുന്നവരെ ഇവർ ജിഹാദികളെന്നോ അല്ലെങ്കിൽ മത തീവ്രവാദികളെന്നോ വിളിക്കാത്തത് ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി കാശ്മീർ. അത് നമ്മുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി.
കാരണം പിടിക്കപ്പെട്ടത് മുഴുവൻ നരേന്ദ്രമോദിയും BJPയും സംഘപരിവാറും വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള ദേശഭക്തരായതുകൊണ്ട് നമുക്കിപ്പോൾ സമാധാനത്തോടെ ഈ ചർച്ചയെങ്കിലും നടത്താം. ഞാൻ അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ മറുപടി കൊടുക്കാനുണ്ട്. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞു. ശരിയാണ്. പക്ഷേ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കൃത്യമായിട്ട് അതിനെ എതിർത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് കൃത്യമായി ആ നിലപാടിൽ പറഞ്ഞിട്ടുണ്ട്. 17ഓളം കത്തുകൾ, വിയോജന കത്തുകൾ എഴുതിയിട്ടുമുണ്ട്. അതിനുശേഷം അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളൊരു ചരിത്ര വസ്തുതയാണ്. പക്ഷേ രാജേന്ദ്ര പ്രസാദ് പ്രാണപ്രതിഷ്ഠയ്ക്ക് പങ്കെടുത്തെങ്കിലും ആ ക്ഷേത്രത്തിൽ, സോമനാഥ് ക്ഷേത്രത്തിൽ ഏതെങ്കിലും രീതിയിൽ അമ്പലക്കൊള്ളയ്ക്ക് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആരും പോയതായിട്ട് അറിവില്ല. പക്ഷേ ഇവിടെ എന്താ, നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ രാമക്ഷേത്രത്തിൽ അമ്പലക്കൊള്ള മാത്രമല്ല, ചുറ്റുമതിൽ അഴിമതി, മേൽക്കൂരയിൽ അഴിമതി, ഭൂമി കുംഭകോണം, എന്തൊക്കെയാണ് നടത്താൻ പറ്റുന്നത് അതൊക്കെ നടത്തി. അപ്പോഴാണ് VHP വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഫണ്ട് സ്വരൂപണം നടത്തി. ആദ്യത്തെ ടോക്കൺ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിച്ചത്, 5 ലക്ഷം രൂപയുടെ ടോക്കൺ. അപ്പോൾ ഈ 5 ലക്ഷം രൂപയുടെ കൂപ്പൺ കൊടുത്ത് നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചോ? നിങ്ങളാരും ക്ഷണിച്ചില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെടുകയാണ് ക്ഷേത്രം ട്രസ്റ്റിനോട്, ഞങ്ങൾ ഫണ്ട് സ്വരൂപിക്കാമെന്ന്. ആ സ്വരൂപിച്ച ഫണ്ടിൻ്റെ കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പരിപാടി ഞാനും അപ്പനും സുഭദ്രയും കണക്കുള്ള ട്രസ്റ്റ് പരിപാടിയാണ്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ ട്രസ്റ്റ് ഉള്ളൂ. ഈ രാജ്യത്തെ വിശ്വാസികൾക്കോ ഈ രാജ്യത്തെ മതനിരപേക്ഷ ചേരിയിലോ മതേതര ചേരിയിലുള്ള മനുഷ്യർക്കോ നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങളിത് മൊത്തം കൊള്ളയടിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ പറയുക ഓഡിറ്റിംഗ് ഉണ്ടെന്ന്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം കാണാവുന്ന ഓഡിറ്റിംഗ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി 2, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ ഓട്ടോയിൽ പോകുമ്പോൾ കോടിക്കണക്കിന് രൂപ കിട്ടുകയാണ്. ഇവർ മേടിക്കുന്ന ഓട്ടോ ഏതാണ്ട് പ്രത്യേകതര ഓട്ടോയാണ്. കാരണം പണം പ്രസവിക്കുന്ന ഓട്ടോയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഓട്ടോ. അത് പ്രത്യേകം പറ്റുമെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും കൊടുക്കണം. പട്ടിണിയും ദാരിദ്ര്യമൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. നിങ്ങൾ പറഞ്ഞു കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള IT ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങളുടെ മുഴുവൻ പണപ്പിരിവും ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്തതെന്ന്. കേന്ദ്ര ധനകാര്യ വകുപ്പ് ആരുടെ കയ്യിലാണ്? BJPയുടെ കയ്യിൽ, സംഘപരിവാറിൻ്റെ കയ്യിൽ. പണപ്പിരിവ് നടത്തിയതാരാ? BJPയും സംഘപരിവാറും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ സകലരും ചേർന്ന്. അപ്പം നിങ്ങൾ പിരിവെടുക്കുന്നു, നിങ്ങൾ ഓഡിറ്റിംഗ് നടത്തുന്നു, നിങ്ങൾ തന്നെ ശരിയാണെന്ന് പറയുന്നു. നാട്ടുകാർ ഇതിൽ എന്താ പറയേണ്ടത്? നിങ്ങളെ വിശ്വാസമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ക്ഷേത്ര ഫണ്ട് കൊള്ളയടിച്ചത് മാത്രമല്ല, ക്ഷേത്ര നിർമ്മാണ ഫണ്ട് കൊള്ളയടിച്ചത് മാത്രമല്ല, ക്ഷേത്രത്തിലെ കാണിക്ക കൊള്ളയടിച്ചതാണ്. ആ കാണിക്ക കൊള്ളയടിച്ച കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുക, സമാജ്വാദി പാർട്ടിക്ക് പരാതിയുണ്ടോ? മറ്റാർക്കെങ്കിലും പരാതിയുണ്ടോ? പരാതിയുള്ളവന് നേരാമണ്ണം ജീവിക്കാൻ പറ്റുന്നില്ല ഈ സമൂഹത്തിൽ. നരേന്ദ്രമോദിയോടൊപ്പം ഗുജറാത്തിൽ ക്യാബിനറ്റിലുണ്ടായിരുന്ന ആഭ്യന്തര മന്ത്രി ഹരൺ പാണ്ഡ്യയുടെ മരണം ഇതുവരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ജസ്റ്റിസ് ലോയുടെ മരണത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ പരാതിയിൽ കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ വലിയ വിശ്വ ഹിന്ദു പരിഷത്തും രാമഭക്തനും ഒക്കെയാണല്ലോ, താങ്കൾക്ക് പരാതിയില്ലേ? രാമൻ്റെ കാണിക്ക കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചാൽ താങ്കൾക്കൊരു പരാതിയില്ലേ? ഒരു പരാതി താങ്കൾ കൊടുത്താലും മതി. എന്താ പരാതി കൊടുക്കാത്തത്? അപ്പോൾ നിങ്ങൾക്ക് പരാതി ഇല്ലാത്തത് എന്താണെന്ന് മനസ്സിലായില്ലേ? അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ചാൽ താങ്കൾ എന്തോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുന്നു. അടിസ്ഥാനമില്ലാത്ത ആരോപണമാണോ ചാണകക്കൂനയുടെ അടിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കിട്ടിയെന്നുള്ളത്? അത് മാധ്യമ വാർത്തകളല്ലേ? SIT, നിങ്ങൾ തന്നെ പറയുന്ന SITയുടെ കണ്ടുപിടുത്തമല്ലേ? നിങ്ങൾ ഈ ചാണകത്തെ ഇത്രയും പ്രേമിച്ചത് ഇതിനാണ് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ കോടിക്കണക്കിന് രൂപ കട്ടുകൊണ്ട് പോകുമ്പോൾ ആ കട്ടുകൊണ്ട് പോകുന്ന പണം സൂക്ഷിക്കാൻ ഏറ്റവും നല്ല പരിപാടി ചാണകക്കൂനയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ചാണകം, ഗോമൂത്രം, ഗോമാതാവ് എന്നൊക്കെ പറയുന്നതെന്ന്? നിങ്ങൾ ഇടപെടുന്ന മുഴുവൻ മേഖലയും സാധാരണ മനുഷ്യർക്ക് വീട് വെച്ചു കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, തൊഴിൽ കൊടുക്കാൻ, ഇതിനൊന്നും നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ രാമൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഹിന്ദുവിനെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും തമ്മിൽ തല്ലിച്ച് കലാപം ഉണ്ടാക്കി അമ്പലം പണിയും പള്ളി പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് നടന്ന് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയടി അല്ലാതെ ഒരു പരിപാടി നിങ്ങൾക്കില്ല. നിങ്ങളെ കൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യർക്ക്, ഒരു പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളുടെ ക്ഷേത്ര അങ്കണത്തിൽ നടത്തുന്ന ഭക്ഷണ വിതരണത്തിന് വന്നപ്പോൾ നിങ്ങളുടെ സംഘപരിവാറിൻ്റെ ആളുകൾ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ തലപ്പാവ് കണ്ടിട്ട് പാത്രം തട്ടി ദൂരെ പോകാൻ നാട്ടി ഓടിച്ചില്ലേ? മനുഷ്യർക്ക് ഭക്ഷണം വിളമ്പുന്ന പന്തിയിൽ പോലും മതവും ജാതിയും നോക്കുന്ന നിങ്ങളെ കൊണ്ട് ഈ രാജ്യത്തിന് എന്ത് ഗുണമുണ്ടായി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാമൻ്റെ ശാപം നിങ്ങളെ വേട്ടയാടുന്നുണ്ടാവും. അതുകൊണ്ട് അയോധ്യയിൽ നിങ്ങൾ തോറ്റത്. രാമൻ അറിയാം നിങ്ങൾ ആരാന്നുള്ളത്. അതുകൊണ്ട് അയോധ്യയിൽ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോറ്റു. വാരാണസിയിൽ തോറ്റതിന് തുല്യമായിട്ട് മുട്ടിലഴിഞ്ഞ നരേന്ദ്രമോദി ജയിച്ചത്. അത് രാമൻ്റെ ശാപമാണ്. ഇനി വരാൻ പോകുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ തോറ്റമ്പാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഇനി നടക്കുന്ന ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ പരിപാടി തീരാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് രഥമുരട്ടിക്കൊണ്ടുവന്നാണ് നിങ്ങൾ ഈ രാജ്യത്ത് അധികാരം പിടിക്കാൻ വന്നത്. തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കട്ടെടുക്കുന്ന പരിപാടി ജനാധിപത്യത്തിൽ മാത്രമല്ല, രാമൻ്റെ സ്വർണവും രാമൻ്റെ പണവും രാമൻ്റെ വെള്ളി ഇഷ്ടികയും കിട്ടുന്നതൊക്കെ കക്കുന്നവരാണ് സംഘപരിവാറെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ പറയുന്നത്? അടിസ്ഥാനമില്ലാത്ത ആരോപണമെന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെങ്കിൽ ചെയ്തോ? ഓക്കെ,
എന്തായാലും അത് എനിക്ക് ഒന്നും ലാൽകുമാറിലേക്ക് പോകാൻ സമയമില്ല. എന്തായാലും ഉയരുന്നത് ഗുരുതരമായ ആരോപണമാണ്. അവിടെ സംഭാവന കൊടുത്ത നേരത്തെ പറയുന്ന ഒരു സംഘപരിവാര പ്രവർത്തകരല്ല. ഒന്ന് മറുപടി പറയാം. പെട്ടെന്ന് പറഞ്ഞോ. ഒന്ന് മറുപടി പറയാൻ അനുവദിക്കും. ആ ചുരുങ്ങിയ വാക്കുകളിൽ. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കടുത്ത ഹിന്ദു വിരുദ്ധതയാണ് അദ്ദേഹം ഈ വാക്കുകളിലൂടെ പറയുന്നത്. യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ചുമ്മാ അദ്ദേഹം എന്തൊക്കെയോ ഒരു ഹിന്ദു വിരുദ്ധതയല്ല, അത് സംഘപരിവാര വിരുദ്ധതയാ. അല്ലല്ല, അത് സംഘപരിവാര വിരുദ്ധതയാ, ഹിന്ദു വിരുദ്ധരല്ല. രാജശേഖരന് രാമന്റെ സ്വത്തടിച്ചുകൊണ്ട് പോയതിൽ വേദന ഇല്ലെങ്കിൽ ആരാ രാജശേഖര ഹിന്ദു വിരുദ്ധൻ? പറയട്ടെ, ജീവിതകാലം രാമന്റെ സ്വത്തടിച്ചുകൊണ്ട് പോയത് ന്യായീകരിക്കുകയാണെങ്കിൽ അതിൽ വേദനയില്ലെങ്കിൽ ആരാ ശ്രീമാൻ രാജശേഖര ഹിന്ദു വിരുദ്ധൻ? അങ്ങാണോ ജിൻഡോയാണോ? പറയട്ടെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു അന്വേഷണ ഏജൻസിയെ നിങ്ങൾ സ്വതന്ത്രമായിട്ട് അവർ അന്വേഷണം നടത്തട്ടെ, കൃത്യമായ സുതാര്യമായ അന്വേഷണം നടത്തി അതിന്റെ ഫൈനൽ റിപ്പോർട്ട് വരട്ടെ. അതിനുശേഷം ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ പറഞ്ഞാൽ അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അതല്ലാതെ അന്വേഷണം നടക്കുന്ന വേളയിൽ നിങ്ങൾ ഇങ്ങനെ എന്തായാലും ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. അവിടെ ട്രസ്റ്റിന്റെ കീഴിൽ ഇപ്പൊ നിലവിൽ 8 പേരാണെങ്കിൽ 8 പേർ ചേർന്നിട്ട് ഒരു കൊള്ള അവിടെ നടന്നിട്ടുണ്ട്. എത്ര കൊള്ളയുടെ ആഴം, എത്ര കട്ടി വെള്ളികൾ കടത്തിക്കൊണ്ട് പോയി, എത്ര കോടിയുടെ തട്ടിപ്പ് എന്ന കാര്യമൊക്കെ ഈ അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് ഈ കേവലം 8 പേർ മാത്രം മറുപടി പറയേണ്ട ഒന്നല്ല. അത് മറുപടി പറയേണ്ടവർ, അത് ഉന്നതർ മറുപടി പറയണം. ഏതെങ്കിലും ഉന്നതരുണ്ടെങ്കിൽ അവർ രക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യഥാർത്ഥ രാമവിശ്വാസികൾ തന്നെ എതിർപ്പുമായി വരും. അത് ഓർത്താൻ നന്ന്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.